ഇറാൻ ഇസ്രയേലിനെതിരെ ട്രൂ പ്രോമിസ് 3ക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. ഒക്ടോബർ 26-ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരുന്നു. ഇതിനുള്ള തിരിച്ചടിക്ക് ഇറാൻ സൈന്യവും ഗവൺമെന്റും തയ്യാറെടുക്കുന്നതായി പരമോന്നത നേതാവ് ഖൊമൈനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് പറഞ്ഞു. അലി ലറിജാനിയാണ് തെഹ്റാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതായി വെളിപ്പെടുത്തിയത്. തസ്നീം ന്യൂസ് ഏജൻസിയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഉചിതമായ പ്രതികാരത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതു മുതൽ തിരിച്ചടി ഉറപ്പാക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. മിലിറ്ററി ഒഫീഷ്യൽസ് ശരിയായ തീരുമാനമെടുക്കുമെന്നും വിവിധ തരം തിരിച്ചടിക്കുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദിവസവും നൂറുകണക്കിന് റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ളയിൽ നിന്ന് നേരിടുന്നതിനിടയിലാണ് ഇസ്രയേലിന് ഇറാന്റെ ഭീഷണി. ഇപ്പോൾ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ലബനാനിൽ കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സേന പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറിയതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ മിലിറ്ററി ചീഫ് മുഹമ്മദ് ബഗരി മുന്നറിയിപ്പുമായി രംഗത്തു വന്നു. ഇസ്രയേൽ എല്ലാവിധ റെഡ് ലൈൻസും ലംഘിച്ചുവെന്നും ഇസ്രയേൽ കാണിച്ച അതിക്രമത്തിന് കൃത്യവും തന്ത്രപ്രധാനവുമായ തിരിച്ചടി ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഉചിത സമയത്ത് തിരിച്ചടി ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. നെതന്യാഹു തങ്ങളുടെ രാജ്യത്ത് കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് UK, അയർലൻഡ്, കാനഡ, സ്പെയിൻ പോലെയുള്ള ലോകരാജ്യങ്ങൾ നിലപാടെടുത്തു കഴിഞ്ഞു. അമേരിക്ക മാത്രമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയെ തള്ളിപ്പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ളത്. ഇതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണത്തിനും മറുപടി നൽകാതിരുന്നിട്ടില്ലെന്നും ഒക്ടോബർ 26-ന് നടന്ന ആക്രമണത്തിനും ഉചിതമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മുഹമ്മദ് ബഗേരി പറഞ്ഞു. ഇറാൻ 2 പ്രാവശ്യം ഇസ്രയേലിനെ വിവിധ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു.